ഇന്ത്യയിലെ IIT-കളിലും NIT-കളിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിലും 4 വർഷ കാലാവധിയുള്ള ഇൻ്റഗ്രേറ്റഡ് BEd പ്രോഗ്രാമിലേക്കുള്ള ആപ്ലിക്കേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് NDA നടത്തുന്ന നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ്, അതായത് NCET എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. ആപ്ലിക്കേഷൻ നടപടികൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്ലൈ ചെയ്യുന്നതിനുള്ള അവസാന ദിവസം എന്ന് പറയുന്നത് മാർച്ച് 16, 2025 വരെയാണ്. എൻട്രൻസ് എക്സാം നടത്തപ്പെടുന്നത് ഏപ്രിൽ 29, 2025. അപ്ലൈ ചെയ്യുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് nda.ac.in അതല്ലെങ്കിൽ exams.nda.ac.in/NCET എന്ന് പറയുന്ന 2 വെബ്സൈറ്റുകളാണ്. പൂർണ്ണമായും കമ്പ്യൂട്ടർ ബേസിസിലാണ് ഈ ഒരു എൻട്രൻസ് എക്സാം നടത്തപ്പെടുന്നത്. ഈ എൻട്രൻസ് എക്സാമിന് 4 പാർട്ടുകളുണ്ട്. സെക്ഷൻ 1 എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് തന്നിരിക്കുന്ന 38 ലാംഗ്വേജസിൽ നിന്നും ഏതെങ്കിലും 2 ലാംഗ്വേജ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടി വരും. ഓരോ ലാംഗ്വേജിന് നിങ്ങൾക്ക് ലഭിക്കുന്നത് 23 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 20 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇനി സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട്സ് ആണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കൊമേഴ്സ് തുടങ്ങിയ സബ്ജക്റ്റുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു വിദ്യാർത്ഥി ഇത്തരത്തിലുള്ള 3 ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കണം. ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് ലഭിക്കുന്നത് 28 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 25 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇനി തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് ആണ്. ഇത് നിർബന്ധമായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ ക്വസ്റ്റ്യൻസ് ആണ് ലഭിക്കുന്നത്. ഇവിടെ ആകെയുള്ള 28 ക്വസ്റ്റ്യൻസിൽ 25 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. സെക്ഷൻ 4 എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഇതും എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു മാൻഡേറ്ററി സെക്ഷൻ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് 23 ക്വസ്റ്റ്യൻസ് ലഭിക്കും. അതിൽ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതായത് ഈ ഒരു എൻട്രൻസ് എക്സാമിന് നിങ്ങൾക്ക് ആകെ ലഭിക്കുക 181 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 160 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇനി എന്താണ് ഈ എക്സാമിന്റെ സിലബസ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ജനറൽ ടെസ്റ്റിന്റെ സിലബസ് എന്ന് പറയുന്നത് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, ജനറൽ മെന്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗ്, ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിംഗ്, എൻവയോൺമെന്റൽ ലിറ്ററസി എന്നിവയാണ്. ഇനി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരികയാണെങ്കിൽ ടോപ്പിക്സ് റിലേറ്റഡ് ടു ടീച്ചിങ് ഓഫ് സയൻസ്, ആർട്സ്, മാത്തമാറ്റിക്സ്, പെർഫോമിംഗ് ആർട്സ്, ലാംഗ്വേജ് എന്നിവയാണ്. രജിസ്ട്രേഷൻ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. രജിസ്റ്റർ ചെയ്യുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ടത് exams.nda.ac.in/NCET എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. ഇനി കേരളത്തിൽ ലഭ്യമായ ഓൺലൈൻ എക്സാം സെൻറ്ററുകൾ എവിടെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ ഓൺലൈൻ എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. ഏതൊരു എൻട്രൻസ് എക്സാം എഴുതുമ്പോഴും വിദ്യാർത്ഥികൾ ആദ്യം ചിന്തിക്കുന്നത് ഈ എക്സാം എഴുതിയാൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഏതൊക്കെ കോഴ്സിന് അഡ്മിഷൻ കിട്ടും എന്നുള്ളതാണ്. നമുക്കിനി അടുത്തതായി ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടാൻ ഈ ഒരു ടെസ്റ്റ് നമ്മളെ സഹായിക്കും എന്ന് പരിശോധിക്കാം. ആദ്യമായി IIT ഖരഗ്പൂർ. അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് BSc BEd പ്രോഗ്രാമാണ്. അവിടെ ആകെ 50 സീറ്റുകളുണ്ട്. ഇനി അടുത്തതായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഭുവനേശ്വർ. അവിടെയും BSc BEd പ്രോഗ്രാമാണ് അവർ ഓഫർ ചെയ്യുന്നത്. അവിടെയും 50 സീറ്റ് ലഭ്യമാണ്. ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജോധ്പൂർ. അവിടെയും BSc BEd ആണ്, 50 സീറ്റുകൾ. ഇനി നമുക്ക് മറ്റ് NIT-കൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NIT കാലിക്കറ്റിൽ BSc BEd-നുള്ള അവസരമുണ്ട്. NIT കാലിക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നത് 50 സീറ്റുകളാണ്. ഇനി NIT ഹൈദരാബാദ് പ്രൊവൈഡ് ചെയ്യുന്നതും 50 സീറ്റുകളാണ്. അവരും ഓഫർ ചെയ്യുന്നത് BSc BEd പ്രോഗ്രാം തന്നെയാണ്. NIT പോണ്ടിച്ചേരി ഓഫർ ചെയ്യുന്നത് BSc BEd 50 സീറ്റുകൾ തന്നെ. ഇനി NIT ട്രിച്ചിയും BA BEd പ്രോഗ്രാമാണ് ഓഫർ ചെയ്യുന്നത്. അവിടെ 50 സീറ്റുകൾ ലഭ്യമാണ്. IIT NIT തുടങ്ങിയ സ്ഥാപനങ്ങൾ കൂടാതെ അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലും അഡ്മിഷൻ നടത്തപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഭോപ്പാൽ. അവിടെ BSc BEd ഉണ്ട്, അതിന് 100 സീറ്റുകൾ ലഭ്യമാണ്. BA BEd ഉണ്ട്, അതിന് 50 സീറ്റുകൾ. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ അവർ BSc BEd 50 സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ BSc BEd ഉണ്ട്, BA BEd ഉണ്ട്, BCom BEd ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെ BSc BEd പ്രോഗ്രാം ഓഫർ ചെയ്യുന്നു. ഇനി ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ BA BEd പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. പഞ്ചാബ് യൂണിവേഴ്സിറ്റി BA BEd പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റോപ്പാർ BSc BEd പ്രോഗ്രാം ഓഫർ ചെയ്യുന്നു. അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച അവസരങ്ങളാണ് NCET എക്സാം നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു എക്സാമിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കുക. ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കുന്ന കോളേജുകളെക്കുറിച്ചും യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും ചിന്തിക്കുക. എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.